Hi, welcome to my channel Mathematics Made Easy by Mary MJ. Here I am discussing SCRT Class 10, Chapter 3, Mathematics of Chance. Another name of mathematics of chance, it is probability itself. Probability. And what is probability? What are the chances of occurrence of a particular event? That's probability. So, how to find out probability of an event? Probability എങ്ങനെ കണ്ടുപിടിക്കും? Chances of occurrence എങ്ങനെ കണ്ടുപിടിക്കും? That is, number of favorable outcomes divided by total number of outcomes. Gives the probability of an event. അപ്പോൾ ഒരു കോയിൻ ടോസ് ചെയ്യാം. ഒരു കോയിൻ ടോസ് ചെയ്യുമ്പോൾ കോയിൻ ഇസ് ഹാവിങ് ടു ഫേസസ്. ഒരു കോയിന് രണ്ട് വശങ്ങളുണ്ട് അല്ലേ? ദാറ്റ് ഇസ് വൺ ഇസ് ഹെഡ്, വൺ സൈഡ് ഇറ്റ് ഇസ് ഹെഡ്, അതർ സൈഡ് ഇറ്റ് ഇസ് ടെയിൽ. Then what is the probability of getting a head? ഹെഡ് കിട്ടുന്നതിന്റെ പ്രോബബിലിറ്റി. അപ്പൊ അവിടെ ഫേവറബിൾ ഔട്ട്കംസ് എന്ന് പറയുന്നത് ഒരു കേസിലാണ് നമുക്ക് അവിടെ ഹെഡ് വരുന്നത്. ആൻഡ് ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ് അവിടെ രണ്ട് ഔട്ട്കം ആണുള്ളത്. വൺ ഇസ് ഹെഡ് ആൻഡ് അതർ വൺ ഇസ് ടെയിൽ. സോ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ ഹെഡ് എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കംസ് അവിടെ ഹെഡ് കിട്ടുന്നതിന്റെ പ്രോബബിലിറ്റി ആയതുകൊണ്ട് അവിടെ ഫേവറബിൾ ആയിട്ടുള്ള കാര്യം ഹെഡ് കിട്ടുന്നതാണ്. അപ്പൊ അത് ഒരു കേസിലാണ് ഹെഡ് വരുന്നത്. ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ്, ആകെയുള്ള ഔട്ട്കംസ് രണ്ടെണ്ണമാണ്, ഒന്ന് ഹെഡ് ഒന്ന് ടെയിൽ. സോ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ ഹെഡ് ഇസ് 1/2. വാട്ട് ഇസ് ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ ടെയിൽ? ടെയിൽ കിട്ടുന്നതിന് ഫേവറബിൾ ഔട്ട്കംസ് അവിടെ വരുന്നതും ഒരു കേസിലാണ്, ടോട്ടൽ ഔട്ട്കംസ് 2. നൗ സപ്പോസ് ഐ എം ടേക്കിംഗ് എ ഡൈ. ഡൈ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമ്മൾ സ്നേക്ക് ആൻഡ് ലാഡർ കളിക്കുമ്പോൾ, ലുഡോ കളിക്കുമ്പോഴൊക്കെ ഒരു ഡൈ യൂസ് ചെയ്യും, ഡൈസ്. അപ്പൊ അതിന് 6 ഫേസസ് ആണുള്ളത്. സോ ഓൺ ഈച്ച് ഫേസ് ഒരു സൈഡിൽ 1 ഉണ്ടാവും, മറ്റേ സൈഡിൽ 2, 3, 4, 5, 6 അങ്ങനെ 6 ഫേസസ് ആണ് ഒരു ഡൈസിലുള്ളത്. 1, 2, 3, 4, 5 and 6. ഇനി വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ 2 ഓൺ ദ ഡൈ? 2 കിട്ടുന്നതിന്റെ പ്രോബബിലിറ്റി എന്ത് ചാൻസ് ആണ്? വാട്ട് ഇസ് ദ ചാൻസ് ഓഫ് ഗെറ്റിംഗ് എ 2 ഓൺ ദ ഡൈ? ഡൈയിൽ 2 കിട്ടുന്നതിന്റെ പ്രോബബിലിറ്റി. അപ്പൊ 2 കിട്ടുന്നത് ആകെ ഒറ്റ കേസിലേ ഇതിനകത്ത് 2 വരുന്നുള്ളൂ. സോ ഫേവറബിൾ ഔട്ട്കംസ് എന്ന് പറയുന്നത് 1. നമ്പർ ഓഫ് 2, ഒരു 2 വരാനുള്ള ചാൻസസ് അവിടെ ഫേവറബിൾ ഔട്ട്കം ആയിട്ട് ഈ 5-6 എണ്ണത്തിൽ വരുന്ന ഒറ്റൊരു കേസിലേ നമുക്ക് അവിടെ 2 ഉള്ളൂ. അപ്പോൾ 1 കേസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ഔട്ട്കം 6 ആണ്. സോ 1/6 is the probability of getting a 2. What is the probability of getting a 3? 3 ഇതിനകത്ത് ഒരു കേസിലേ 3 വരുന്നുള്ളൂ ഇവിടെ മാത്രം. സോ ഇറ്റ് ഇസ് ഓൾസോ ഈക്വൽ ടു 1/6. അങ്ങനെ ഏതെടുത്താലും, പ്രോബബിലിറ്റി ഓഫ് 6 എടുത്താലും, പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ 6 is 1/6. ഒരു കേസിൽ മാത്രമേ നമുക്ക് അവിടെ 6 വരുന്നുള്ളൂ. ദെൻ വാട്ട് ഇസ് ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എൻ ഈവൺ നമ്പർ? അപ്പൊ അവിടെ ഈവൺ വരുന്ന ഫേവറബിൾ കേസ് എന്ന് പറയുന്നത് ഈവൺ നമ്പർ കിട്ടുന്ന കേസാണ്. അപ്പൊ ഈവൺ നമ്പർ കിട്ടുന്നത് 2, 4 and 6. 3 കേസസ് ആണ് അവിടെ ഫേവറബിൾ ഔട്ട്കംസ് ആയിട്ട് വരുന്നത്. സോ 3 divided by total number of outcome, it is 6 and the answer will be 1/2. What about probability of getting odd number? Odd number ബാക്കിയുള്ളത് 1, 3, 5. അതും 3 favorable outcomes divided by total number of outcome is 6. So probability of getting odd number is also equal to 3/6, which is equal to 1/2. So hope you understood how to find out probability of an event. ഇനി നമുക്ക് ആ എക്സസൈസ് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ദാറ്റ് ഇസ് പേജ് നമ്പർ 71. പേജ് നമ്പർ 71. സോ അതിനകത്തുള്ള സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഫസ്റ്റ് വൺ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ് ചെയ്യാത്തത്. സെക്കൻഡ് വൺ, there are 3 red balls and 7 green balls in a bag and 8 red and 7 green balls in another. 2 ബാഗാണ് അവിടെയുള്ള. ഫസ്റ്റ് ബാഗിനകത്ത് 3 റെഡും 7 ഗ്രീൻ ബോൾസും, സെക്കൻഡ് ബാഗിനകത്ത്
8 red and 7 green balls. What is the probability of getting a red ball from the first bag? So, what is the probability of getting a red ball from the first bag? Red kittunnathu avade first bag il 3 red balls aanullathu. And the total number of balls in the first bag is 10. 3 plus 7, it is 10 balls. Total outcome 10 ഉം 3 കിട്ടുന്നത് റെഡ് കിട്ടുന്നത് 3 കേസസിലുമാണ്. 3 red balls ആണ് അവിടെ ഉള്ളത്. So probability of getting red is equal to number of favorable outcome is 3 divided by total outcome, it is 10. Then in the second bag, second question, from the second bag, what is the probability of getting a red? ഇവിടെ red കിട്ടുന്നത് 8 കേസിലാണ്, 8 balls it is red. So probability of getting red from the second bag is equal to 8. Favorable cases 8 ആണ്, divided by total number of outcomes, it is 8 plus 7, it is 15. Then what about the third question here? മൂന്നാമത്തെ question, if all the balls are put in a single bag, ഈ 3 റെഡ് ബോളും 7 ഗ്രീൻ ബോൾസും അതേപോലെ 8 റെഡും 7 ഗ്രീനും എല്ലാം കൂടെ ഒറ്റൊരു ബാഗിനകത്ത് ഇട്ടു. സോ വാട്ട് ഹാപ്പൻസ്? സോ ഒരു ബാഗിലാവുമ്പോൾ ടോട്ടൽ 3 plus 8 റെഡ് ബോൾസും ദെൻ 7 plus 7 ഗ്രീൻ ബോൾസും ആണ് ഉള്ളത്. ദാറ്റ് മീൻസ് 3 plus 8 is 11 red balls. So here 11 red balls and 14 green balls. Then what is the probability of getting a red ball from it? അങ്ങനെയാണെങ്കിൽ what is the probability of getting red? അപ്പൊ അങ്ങനെയാണെങ്കിൽ റെഡ് കിട്ടുന്നത് ഇവിടെ ഫേവറബിൾ കേസസ് 11 ആണ്, ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ് ഇറ്റ് ഇസ് 25. സോ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ റെഡ് ബോൾ ഫ്രം ബോത്ത് ദ ബാഗ്സ് ടുഗദർ, രണ്ട് ബാഗിൽ നിന്നും കൂടെ ഒറ്റ ബാഗിലേക്കാണ് നമ്മൾ ഇടുന്നത്. ഇപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് outcomes എന്ന് പറയുമ്പോൾ 25 ആവും. So 11 by 25 is the probability of getting a red ball from if you are putting all the balls together in a single bag. Now next question. Next question, one is asked to say a 2-digit number. One is asked to say a 2-digit number. 2 digit start ചെയ്യുന്നത് എവിടെ നിന്നാണ്? 10 നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. What is the probability? What is the probability of it being a perfect square? Of it being a perfect square. So one is asked to say a 2-digit number. അപ്പൊ എത്ര 2-digit number ഉണ്ടെന്ന് ആദ്യം കണ്ടുപിടിക്കണം. How many 2-digit numbers are there? 2-digit number starts from 10 and ends in 99. So total number of 2-digit number കാണണമെങ്കിൽ ഇതിന്റെ പൊസിഷൻ കണ്ടാൽ മതി. 99ന്റെ പൊസിഷൻ കണ്ടാൽ മതി. നമ്മൾ അരിത്തമെറ്റിക് സീക്വൻസിൽ പൊസിഷൻ ഓഫ് എ ടേം കാണാൻ വേണ്ടി പഠിച്ചിരുന്നു. ദാറ്റ് ഇസ് ലാസ്റ്റ് ടേം മൈനസ് ഫസ്റ്റ് ടേം divided by common difference plus 1. So last term here it is 99 minus first term is 10 divided by common difference is 1 plus 1. That is 89 plus 1, that is 90 2-digit numbers ഉണ്ട്. So number of 2-digit numbers. ഇനി നമ്മളോട് if it is being asked for a 3-digit number, 3-digit number ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഫസ്റ്റ് നമ്പർ 100ഉം ലാസ്റ്റ് നമ്പർ 999ഉം. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് 3-digit numbers എന്തായിരിക്കും? ലാസ്റ്റ് നമ്പർ ഇസ് 999 മൈനസ് ഫസ്റ്റ് നമ്പർ ഇസ് 100 ഡിവൈഡഡ് ബൈ കോമൺ ഡിഫറൻസ് ഇസ് 1 പ്ലസ് 1, ദാറ്റ് ഇസ് 900 3-digit numbers. സോ അങ്ങനെയാണ് നമ്പർ ഓഫ് 3-digit numbers അല്ലെങ്കിൽ 2-digit numbers അല്ലെങ്കിൽ 4-digit numbers ഒക്കെ കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഹിയർ വി നീഡ് ഓൺലി ഹൗ മെനി 2-digit numbers are there. ഇതാണ് നമുക്ക് ആവശ്യമുള്ളത്. Now what is the probability of getting of it being a perfect square? അപ്പൊ 2-digit numbersൽ എത്ര perfect squares ഉണ്ടെന്ന് നോക്കാം. So the 2-digit perfect squares are starting with 16. 3 square 9 ആണ്, അതുവരെ സിംഗിൾ ഡിജിറ്റ് ആയിരുന്നു. 16 ആണ് ഒരു 2-digit perfect square. Then 4 square കഴിഞ്ഞു, 5 square 25,
6 square 36, 7 square 49, 8 square 69, 64, then 9 square 81, 10 square is 100. അപ്പോൾ എത്ര 2-digit numbers perfect square ആയിട്ട് വരുന്നുണ്ട്? Here, അപ്പോൾ അതാണ് favorable cases. Favorable outcomes എന്ന് പറഞ്ഞാൽ ഇതെല്ലാം perfect squares, 2-digit ഉള്ള perfect squares. 1, 2, 3, 4, 5, 6. So what is the probability of getting 2-digit perfect squares? That is equal to here 6 perfect squares ഉണ്ട് divided by total 2-digit numbers 90 ആണ്. അപ്പോൾ 6 by 90, simplifying this we'll get 1 by 15. Then next question. Numbers from 1 to 50 are written on paper slips and put in a box. Number from 1 to 50. ഓരോ paper slips 1 to 50 are written on slips of paper and put in a box. ഒരു ബോക്സിൽ ഇട്ടിരിക്കുകയാണ്. A slip is to be drawn from it. A slip is to be drawn from it. But before doing so, one must make a guess about the number. Make a guess about the number. Either prime number or a multiple of 5 or a multiple of 5. Which is the better guess? Which is the better guess? And why? So here total number of outcomes 1 to 50 written on the paper slip. ഓരോ പേപ്പർ സ്ലിപ്പിൽ 1, 2, 3 എക്സെട്ര 50 വരെ എഴുതി. അപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ് എത്രയാണ്? ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ് ഈക്വൽ ടു 50. Equal to 50 and a slip is to be drawn from it. ഒരു സ്ലിപ്പാണ് എടുക്കേണ്ടത്. One must make a guess about the number, either prime number or a multiple of 5. So first നമ്മൾ പ്രൈം നമ്പേഴ്സ് എന്തൊക്കെയാണെന്ന് കാണണം. ഒന്നെങ്കിൽ അത് പ്രൈം നമ്പർ ആയിരിക്കും, അല്ലെങ്കിൽ it is a multiple of 5. So which is the better guess? ഏതാണ് better guess? ഇപ്പൊ ഗസ് ഏതാണ് ബെറ്റർ എന്ന് അറിയണമെങ്കിൽ പ്രോബബിലിറ്റി ഏതാണ് കൂടുതൽ, അതാണ് ബെറ്റർ ഗസ്. So what is the probability of getting a prime number? ഈ 1 to 50 അകത്തുള്ള പ്രൈം നമ്പേഴ്സ് ഏതൊക്കെയാന്ന് നോക്കാം. പ്രൈം നമ്പേഴ്സ് എന്ന് വെച്ചാൽ ഫാക്ടേഴ്സ് ഇല്ലാത്തത്. Only one will be 1 and that number will be a factor. So the prime number, smallest prime number is 2, 3, 5, 7, 11, 13, then 17, 19, 23, 29, 31, 37, 41, 43 and 47. So 15 prime numbers are here. Number of prime numbers 15. Then what about multiple of 5? Multiple of 5 വരുന്നത് ഏതൊക്കെയാ? 5, 10, 15, 20, 25, 30, 35, 40, 45 and 50. So here the number of multiples of 5. Here how many number it is there? ഇവിടെ എത്ര number of multiples of 5 ഉണ്ട്? 1, 2, 3, 4, 5, 6, 7, 8, 9, 10. So what is the probability of getting prime number? Prime number കിട്ടുന്നതിന്റെ probability.
ഇവിടെ പ്രൈം നമ്പേഴ്സ് 15 ആണ്. സോ ഫേവറബിൾ കേസ് 15 ആണ്. ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ് ഇസ് 50. Multiple of 5 or probability of getting a multiple of 5. Number of favorable cases 10 ആണ്. Total outcomes 50 ആണ്. Now compare these two. Here since the denominators are same, numerator compare ചെയ്താൽ മതി. So 15 by 50 ആണ് big, that is this is bigger. 15 by 50. So what happens here? Probability, appo കൂടുതൽ probability ഉള്ളതാണ് better guess. So getting a prime number is the better guess, since here probability is more. Now next one. A bag contains 3 red beads and 7 green beads. Another bag contains 1 red and 1 green more. 1 green more. The probability of getting a red from which bag is more? Which bag is more? A bag contains 3 red beads and 7 green beads. This is the first bag. Another bag, second bag inatho oru red um oru green um koodalana. So the second bag 4 red and 8 green. Probability of getting a red from which bag is more? Appo രണ്ടിന്റെയും probability കാണാം. First bag in probability red കിട്ടുന്നതിന്റെ probability from the first bag, it is 3 by total number is 10. Probability of getting red from the second bag, it is 4 by 12. ഇവിടെ നമുക്ക് denominators different ആണ്. This you can simplify and write it as 1 by 3. So here it is 3 by 10, here it is 1 by 3. Denominator same ആക്കിയാൽ മാത്രമേ നമുക്കത് compare ചെയ്യാൻ പറ്റുള്ളൂ fractions. So in order to make the denominator same, I'll multiply this 3 to this side. അതായത് 3 by 10 ന്റെ കൂടെ numerator and denominator I am multiplying by 3. Whereas here 1 by 3, 1 by 3 മുകളിലും താഴെയും 10 കൊണ്ട് multiply ചെയ്യാം. So this is 9 by 30 and this is 10 by 30. So which is having more probability? Red from the second bag is having more probability. So probability of getting a red from the second bag is more. So this is more. So that is about probability of an event. Now we'll move on to geometrical probability. Geometrical probability. In the geometrical probability, so if a figure is given, suppose like this way, it is a circle തന്നിട്ടുണ്ട്, അതിനെ 4 parts ആക്കി, and this is the shaded region. So what is the probability of getting a dot in the shaded region? ഒരു dot shaded region കിട്ടുന്നതിന്റെ probability. So how to find out the probability of that? Probability of getting a dot in the shaded region is equal to, ഇവിടെ നമുക്കറിയാം ഇത് 4 equal parts ആണ്. 1 2 3 4 4 equal parts ആക്കിയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. So here this is one part. അപ്പോൾ ഇതിന്റെ ഏരിയ divided by total area gives the probability of that event. Favorable outcome എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഇതെല്ലാം congruent ആയതുകൊണ്ട് we can write this as 1 is the shaded region divided by 4. So 1 by 4 is the probability of getting a dot in the shaded region. ഇതിപ്പോ എല്ലാം congruent areas, equal areas ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ ഇങ്ങനെ എടുത്ത് ചെയ്യാം. അതായത് ഇതൊരു ഇതിന് ഈക്വൽ ആയിട്ടാണ് ഇതും ഇതൊക്കെ വരുന്നത്. സോ 1 divided by
4. അല്ലാതെ ഇതിന്റെ ഓരോന്നിന്റെ ഏരിയ കാണണ്ട, ബിക്കോസ് ഇറ്റ് ഇസ് കോൺഗ്രുവന്റ്, എല്ലാം ഈക്വൽ ആയതുകൊണ്ടാണ് നമ്മൾ അതിന്റെ ഏരിയ കാണാത്തത്. Now we'll move on to the activity question. Activity question, the first one. In each picture below, explanation of the green part is given. ഓരോ ക്വസ്റ്റ്യനിലും നമുക്ക് ആ ഗ്രീൻ പാർട്ട് എന്തിനെ ഡിനോട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. കാൽക്കുലേറ്റ് ദ പ്രോബിലിറ്റി ഓഫ് ഇറ്റ് ഡോട്ട് പുട്ട് വിത്തൗട്ട് ലുക്കിംഗ് ടു ബി വിത്തിൻ ദ ഗ്രീൻ പാർട്ട്. ഈ ഭാഗത്ത് ഈ ഗ്രീൻ റീജിയനിൽ, ദിസ് ഇസ് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഈ ഗ്രീൻ റീജിയനിൽ ഡോട്ട് വരുന്നതിന്റെ പ്രോബബിലിറ്റി, ഡോട്ട് കിട്ടുന്നതിന്റെ പ്രോബബിലിറ്റി. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് സ്ക്വയർ ഗോട്ട് ബൈ ജോയിനിങ് ദ മിഡ് പോയിന്റ്സ്. ദിസ് ഇസ് എ സ്ക്വയർ ഗോട്ട് ബൈ ജോയിനിങ് ദ മിഡ് പോയിന്റ്സ് ഓഫ് എ ബിഗ് square. A square got by joining the midpoints. Joining the midpoints of big square. So here we can see that if I am joining this like this, ingane diagonal ingane angotu varikka, ഇവിടെ ഇങ്ങോട്ടും വരയ്ക്കാം. സോ വി ക്യാൻ സീ ഇവിടെ ട്രയാങ്കിൾസ്, ഇവിടെയുള്ള ഏരിയാസ് ഈ യെല്ലോ റീജിയൻ തന്നെയാണ് ഇത് വരിക. കാരണം ഇതൊരു സ്ക്വയർ ആണ്. അതിൽ ഈ എല്ലാ ട്രയാങ്കിൾസ് ഇവിടെ കിട്ടുന്നു. ഈ യെല്ലോ ട്രയാങ്കിൾ, ദിസ് ഇസ് 1 ട്രയാങ്കിൾ, 2, 3, 4, ദിസ് ഇസ് 5th one, 6, 7 and 8. ഈ കാണുന്ന എല്ലാ ട്രയാങ്കിൾസും ഈക്വൽ ട്രയാങ്കിൾസാണ്. കാരണം ഓരോന്നും കിട്ടുന്നത് ഒരു സ്ക്വയറിന്റെ ഡയഗണൽ വൈസ് കട്ട് ചെയ്യുമ്പോഴാണ് ഓരോ ട്രയാങ്കിളും കിട്ടുന്നത്. അപ്പോൾ ഒരു സ്ക്വയറിനെ 2 ഈക്വൽ ഭാഗങ്ങളാണ് ആക്കുന്നത്. സോ വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ ഡോട്ട് ഇൻ ദ ഗ്രീൻ റീജിയൻ? ഈ ഗ്രീൻ റീജിയനിൽ കിട്ടുന്നതിന്റെ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ ആ ഗ്രീൻ റീജിയൻ എത്ര ട്രയാങ്കിൾസ് ആണ്? 1, 2, 3, 4. അത് 4ഉം ഈക്വൽ ട്രയാങ്കിൾസ് ആയി, പുറത്തുള്ളതും ഈക്വൽ ട്രയാങ്കിൾസ് ആണ്. അതുകൊണ്ടാണ് പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ ഡോട്ട് in green region equal to, here 4 parts are there, divided by total എത്ര ഉണ്ട്? Total 8, because 1, 2, 3, 4, 5, 6, 7, 8 parts. So 4 by 8 is 1 by 2. So 1 by 2 is the probability of getting a dot in the green region. In the second question, this is the second one. Second one, lay square with all vertices on a circle. A square with all vertices on a circle. എല്ലാ വേർട്ടിസസും സ്ക്വയറിന്റെ എല്ലാ വേർട്ടിസസും സർക്കിളിൽ ടച്ച് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ ഡോട്ട് ഇൻ ദ ഗ്രീൻ റീജിയൻ, ആൻഡ് ഓൾസോ ഗിവൺ ദാറ്റ് ദിസ് സൈഡ് ഇസ് 2 centimeter എന്ന് ഇവിടെ തന്നിട്ടുണ്ട്. Now if I am joining this diagonal, ഈ ഇവിടെ നിന്ന് ഇങ്ങനെ ജോയിൻ ചെയ്യാം. ഡയഗണൽ അങ്ങനെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ സൈഡും ഇതെന്തായി മാറും? ദിസ് ഇസ് ആൻ ഐസോസ്ലസ് റൈറ്റ് ട്രയാങ്കിൾ. സോ ദിസ് സൈഡ് ഓൾസോ വിൽ ബി 2 centimeter. So if I am writing here the A, B, C and D. So ratio of the isosceles right angle triangle ABC is isosceles. Therefore the ratio is 1:1:√2. Isosceles right angle triangle ആണ്. So one side is 2 means multiplied by 2, you will get it as 2:2:2√2. So hypotenuse 2√2i. So this is the diagonal, diameter. Diagonal തന്നെയാണ് സ്ക്വയറിന്റെ diagonal. It is the diameter of the circle. So radius will be half of 2√2. So radius is equal to half of 2√2. 2√2ന്റെ പകുതി, അതായത് √2. √2 is the radius. ഇനി ഇവിടെ കാണേണ്ടത് പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ ഡോട്ട് ഇൻ ദി ഷെയ്ഡഡ് റീജിയൻ. ഗ്രീൻ റീജിയനിൽ ഡോട്ട് കിട്ടുന്നതിന്റെ പ്രോബബിലിറ്റി. So probability of getting dot in shaded region is equal to area of the green region, area of green region divided by total area.
So what is the area of green region? Green region എന്ന് പറയുന്നത് ഒരു സ്ക്വയർ ആണ്. ഏരിയ ഓഫ് ദ സ്ക്വയർ, ഗ്രീൻ റീജിയൻ ഒരു സ്ക്വയർ ആയതുകൊണ്ട് ഏരിയ ഓഫ് ദ സ്ക്വയർ എന്ന് വെച്ചാൽ 2 ആണ് ഒരു സൈഡ്. സോ 2 സ്ക്വയർ ഡിവൈഡഡ് ബൈ ടോട്ടൽ ഏരിയ. ടോട്ടൽ ഇറ്റ് ഇസ് എ സർക്കിൾ. സർക്കിളിന്റെ ഏരിയ കാണണമെങ്കിൽ പൈ ആർ സ്ക്വയർ, പൈ ഇൻറ്റു √2 സ്ക്വയർ, and that is equal to 4 by √2 square is 2, but 2 pi, and that is equal to 4 by 4ൽ കോമൺ ക്യാൻസൽ ചെയ്ത് കഴിയുമ്പോൾ ബാക്കി എന്താ വരിക? ന്യൂമറേറ്ററിൽ 2, this 2 can be cancelled here, so 2 by pi. And what is 2 by pi? 2 by pi is 2 by 3.14, that is equal to 0.64. That is the answer. Any third question. Third one. Circle exactly fitting inside the square. Circle is exactly fitting inside the square. So circle the radius, this is the radius of the circle, let it be r. അങ്ങനെയാണെങ്കിൽ ഒരു സൈഡ് ഓഫ് ദ സ്ക്വയർ എന്തായിരിക്കും? ഇറ്റ് വിൽ ബി 2r, ബിക്കോസ് ഇങ്ങോട്ടേക്ക് എടുത്തു കഴിഞ്ഞാൽ r plus r, it is 2r. Then so area is equal to probability is equal to probability of getting a dot in green region is equal to area of the circle, that is pi r square, divided by area of the square, that is 2r whole square, that is pi r square divided by 4r square, that is pi by 4, that's equal to pi by 4, and that is 3.14 divided by 4, that's equal to 0.79. That is the probability of getting a dot in the green region. Next, moving on to the next question. You can see here a hexagon. ഒരു ഹെക്സഗണിൽ ഒരു ട്രയാങ്കിൾ ജോയിൻ ചെയ്തിരിക്കുക. അതിന്റെ വേർട്ടിസസ്, ആൾട്ടർനേറ്റ് വേർട്ടിസസ് ജോയിൻ ചെയ്തിരിക്കുക. എ ട്രയാങ്കിൾ ഗോട്ട് ബൈ ജോയിനിങ് ദി ആൾട്ടർനേറ്റ് വേർട്ടിസസ് ഓഫ് എ റെഗുലർ ഹെക്സഗൺ. അപ്പൊ റെഗുലർ ഹെക്സഗൺ എന്ന് പറയുമ്പോൾ എല്ലാ സൈഡ്സും ഈക്വൽ ആണ്. ദിസ് സൈഡ്, ഓൾ ദ സൈഡ്സ് ആർ ഈക്വൽ. ദീസ് ഓൾ സൈഡ്സ് ആർ ഈക്വൽ. ഇനി ഞാൻ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ജോയിൻ ചെയ്താലോ? ഇവിടുന്ന് സെന്ററിലേക്ക് ജോയിൻ ചെയ്യാം. ആൻഡ് ദിസ് ഇസ് ഇങ്ങനെ കിട്ടുന്നത് ഒരു ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആയിരിക്കും ഉള്ളിലുള്ളത്. സോ ഐ റൈറ്റ് ദ നെയിംസ്. ഇവിടെ പേര് എഴുതിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ദിസ് ABCDE ആൻഡ് F. ഈ AFE എന്ന് പറയുന്നതും AOE എന്ന് പറയുന്നതും രണ്ടും ഈക്വൽ ട്രയാങ്കിൾസ് ആണ്. ഈ രണ്ട് ട്രയാങ്കിൾസ് ഈക്വൽ ആണ്. അതേപോലെ ഈ രണ്ട് ട്രയാങ്കിൾസ് ഈക്വൽ ആണ്. ഇത് രണ്ടും ട്രയാങ്കിൾസും ഈക്വൽ ആണ്. സോ ഒരു ട്രയാങ്കിളിനെ ദിസ് വി ആർ ഗെറ്റിംഗ് ഇറ്റ് ഇസ് ആൻ ഇക്വലാറ്ററൽ ട്രയാങ്കിൾ. ആ AEC എന്ന് പറയുന്നത് ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആണ്. കാരണം എന്തുകൊണ്ടാണ്? വൈ ദിസ് ഇസ് ആൻ ഇക്വലാറ്ററൽ ട്രയാങ്കിൾ? ഇതിന്റെ ഓൾട്ടർനേറ്റ് വേർട്ടിസസ് ആ ജോയിൻ ചെയ്യുന്നത്. ഇതില് ദീസ് ടു ആർ സെയിം സൈഡ്സ്. AF എന്ന് പറയുന്നതും FE എന്ന് പറയുന്നതും സെയിം ആണ്. സോ ഇഫ് യു ആർ ജോയിനിങ് ദിസ്, ഇങ്ങനെ AE ജോയിൻ ചെയ്താലും EC ജോയിൻ ചെയ്താലും AC ജോയിൻ ചെയ്താലും ദേ വിൽ ബി ഈക്വൽ. സോ യു ക്യാൻ റൈറ്റ് AE will be equal to EC will be equal to AC. Therefore it is an equilateral triangle. അപ്പൊ അങ്ങനെയാകുമ്പോൾ AO will be equal to OE will be equal to OC. So we are getting 6 triangles, 6 equal triangles ഇവിടെ കിട്ടുന്നുണ്ട്. And the shaded region, it is 3. So what is the probability of getting a dot in the shaded region? It is equal to 3 divided by total it is 6, which is equal to 1 by 2. Now the last question of that geometrical probability, it is a 5th question. Here we can see ഒരു star ആണ്. Regular hexagon is formed. ഇവിടെ ഒരു regular hexagon ഉണ്ടാക്കുന്നുണ്ട് by overlapping two equilateral triangles. രണ്ട് equilateral triangle overlap ചെയ്തിട്ടാണ് ഒരു regular hexagon ഉണ്ടാക്കുന്നത്. And since it is a regular hexagon, if I am joining it like this, ഇവിടുന്ന് ഇങ്ങനെ join ചെയ്യാം. This can be joined. അപ്പൊ നമുക്ക് എന്താ കിട്ടുന്നത്? You can see here. ഈ റെഗുലർ ഹെക്സഗൺ തന്നെ 6 ഇക്വലാറ്ററൽ ട്രയാങ്കിൾസ് ആണ്. അതേപോലെ ഇവിടെയും ഇവിടെ പുറത്തുള്ളതും ഒക്കെ ഇക്വലാറ്ററൽ ട്രയാങ്കിൾസ് ആണ്. സോ വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ ഡോട്ട് ഇൻ ഗ്രീൻ റീജിയൻ? ഗ്രീൻ റീജിയൻ
how many green regions? 6 green regions are there, divided by എല്ലാ ട്രയാങ്കിൾസും സെയിം ആണ്, ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ട്രയാങ്കിൾസ്, ഉള്ളിലുള്ളതും പുറത്തുള്ള ട്രയാങ്കിൾസും എല്ലാം കൂടെ 12 it is there, and therefore the probability of getting a dot in the green region is 1/2. Hope you understood what is geometrical probability, probability of an event. Problems എല്ലാം ചെയ്ത് നോക്കുക. You can understand so many problems. Practice it. Thank you for watching my video. Those who haven't subscribed, please like, share and subscribe, and also click on the bell icon for more updates and notifications. Bye.